2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കളെയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും എന്നൊരു വാദം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ സീനിയറായ നേതാക്കൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് VM സുധീരന്റെ പേരാണ്. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമോ എന്നൊരു കാര്യവും കൗതുകമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ കോഴിക്കോട് വടകര ഭാഗത്ത് എവിടെയെങ്കിലും ഒരു സീറ്റിലായിരിക്കും. വടകര മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയായിരുന്ന വടകരയെ പാർലമെന്റ് സീറ്റിലൂടെ തിരിച്ചുപിടിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായിരുന്നു. അതേസമയം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് VM സുധീരന് വലിയ സാധ്യതയാണുള്ളത്. അദ്ദേഹം സാമുദായിക കണക്കെടുത്താലും കോൺഗ്രസിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സൗമ്യ മുഖവും അതുപോലെ തന്നെ നേരത്തെയുള്ള ആരോഗ്യമന്ത്രിയാണ്, MLA ആയിരുന്നു. VM സുധീരൻ ഒരു എലൈറ്റ് ഗ്രൂപ്പിന്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു സമ്പന്ന വിഭാഗത്തിന്റെ ഒക്കെ വോട്ട് നന്നായി മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ VM സുധീരൻ. അപ്പോൾ അത് ഒരു ക്രോസ് പ്രൊഫൈൽ ആളുകളുടെ വോട്ട് കിട്ടുന്ന ഒരു വ്യക്തിത്വമാണ് VM സുധീരൻ. അതുകൊണ്ട് തന്നെ VM സുധീരനെ മത്സരിപ്പിച്ച് കഴക്കൂട്ടം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രന് കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ശതമാനം വോട്ട് അവിടെ കിട്ടി, 10-65% വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ്. നല്ല രീതിയിൽ പോൾ ചെയ്തതിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് പിടിച്ച മണ്ഡലമാണ്. ഡോക്ടർ ലാലാണ്, SS ലാലാണ് മത്സരിച്ചത്. ലാലിന് അവിടെ കച്ചി തൊട്ടില്ല. V മുരളീധരൻ മത്സരിച്ചെങ്കിൽ V മുരളീധരൻ നല്ല മത്സരം കാഴ്ചവെച്ചു. ഇപ്രാവശ്യം പക്ഷേ V മുരളീധരൻ BJPയുടെ ശക്തമായ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ VM സുധീരൻ വരുന്നതോടുകൂടി അതിന്റെ പിക്ചർ മാറും. VM സുധീരൻ ജയിച്ചാലും അത്ഭുതമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം VM സുധീരൻ 2-3 ഘടകങ്ങൾ VM സുധീരൻ എന്നും അനുകൂലമാണ്. ഒന്ന്, അദ്ദേഹം ഒരു നല്ല ഫൈറ്ററാണ്. ഒരു സ്ഥലത്ത് ഫൈറ്റ് എങ്ങനെ കൊണ്ടുപോകണം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണമെന്ന് നന്നായി അറിയാവുന്ന ആളാണ് VM സുധീരൻ. അദ്ദേഹം തോറ്റിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. ആലപ്പുഴയിൽ തന്നെ ജയിച്ചിട്ടുണ്ട്, പിന്നെ തോറ്റിട്ടുമൊക്കെ ഉണ്ട്. ഈ VM സുധീരൻ വളരെ ഗൗരവമായി കഴക്കൂട്ടത്ത് മത്സരിച്ചാൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. V മുരളീധരനും നന്നായി അവിടെ ഫൈറ്റ് ആയിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന മാസങ്ങളിൽ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊള്ളയുടെ ബാക്കി പത്രം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി പലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഡി മണി വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ആ സംഭവവികാസത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യാനെങ്കിലും വിളിച്ചാൽ കഥയാകെ മാറും. കടകംപള്ളി സുരേന്ദ്രന്റെ പൊളിറ്റിക്കൽ കരിയറിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് ശ്രീലേഖയെ മേയർ സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് ശ്രീലേഖ IPS വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നവരുണ്ട്, വനിതാ കമ്മീഷനിൽ എടുക്കുമെന്ന് പറയുന്നവരുണ്ട്, ഗവർണറാക്കും എന്ന് പറയുന്നവരുണ്ട്, രാജ്യസഭ MP ആക്കും, അങ്ങനെ മന്ത്രിയാക്കും. അങ്ങനെ ശ്രീലേഖ IPS ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം അവരെ സമാധാനിപ്പിച്ചിരിക്കുന്നതൊക്കെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ വാളുകൾ വരുന്നുണ്ട്. പക്ഷെ എന്തായാലും അവർ വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണെങ്കിൽ വലിയ മത്സരമായിരിക്കും നടക്കുക, ഫൈറ്റ് ആയിരിക്കും. മുരളീധരൻ പ്രത്യേകിച്ച് എല്ലാ പ്രാവശ്യവും വോട്ടെണ്ണിയൊക്കെ വരുമ്പോൾ പട്ടം, കേശവദാസപുരം, മുട്ടട പ്രദേശങ്ങളൊക്കെ മുരളീധരൻ എപ്പോഴും അനുകൂലമായി നിൽക്കുന്ന പ്രത്യേകിച്ച് പട്ടമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കവടിയാറിൽ ഇപ്പോൾ ശബരിനാഥാണ് ജയിച്ചത് കോൺഗ്രസിന്റെ. അതുപോലെ തന്നെ കേശവദാസന്റെ ഭാഗത്തിൽ ഇപ്പൊ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് വനിത. മുട്ടടയിൽ പുരുഷനെ തോൽപ്പിച്ചുകൊണ്ട് അംശുവാമദേവൻ CPM-ന്റെ പുരുഷനെ തോൽപ്പിച്ചുകൊണ്ട് മുട്ടട ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കോൺഗ്രസിന് അനുകൂല പട്ടം, അതുപോലെ തന്നെ കേശവസരം, മുട്ടട, കവടിയാർ, ഈ ബെൽറ്റ് ഒക്കെ കോൺഗ്രസിന് വലിയ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. K മുരളീധരൻ ജയിച്ചാൽ മന്ത്രിയുമാകും. അപ്പോൾ K മുരളീധരന്റെ സാധ്യതയും തള്ളിക്കളയാനാകില്ല. പിന്നെ തിരുവനന്തപുരത്ത് സാധ്യതയുള്ള ഒരു വലിയ പേരാണ് നമ്മുടെ D ശിവകുമാർ, നമ്മുടെ മുൻ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശിവകുമാറിന്റെ പേരും ശക്തമായി തിരുവനന്തപുരത്ത് കേൾക്കുന്നു. അവിടെ കൃഷ്ണകുമാർ ആയിരിക്കുമോ എന്നൊരു പേരും കേൾക്കുന്നുണ്ട്. നേമത്ത് V ശിവൻകുട്ടി തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. അവിടെ മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ ഷർട്ട് അടിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ മത്സരിക്കും. കാട്ടാക്കടയിൽ കൃഷ്ണദാസ് തന്നെയായിരിക്കും, VK കൃഷ്ണദാസ് തന്നെയായിരിക്കും. അവിടെ IB സതീഷോ സ്റ്റീഫനോ അനിൽകുമാറോ ആയിരിക്കാൻ സാധ്യത. അനിൽകുമാർ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, നേരത്തെ ബ്ലോക്ക് മെമ്പറൊക്കെ ആയിരുന്ന മുൻ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, പിന്നെ കഴിഞ്ഞ ടൈമിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അനിൽകുമാർ എന്ന് പറയുന്ന പാർട്ടിയുടെ ഏരിയ നേതാവാണ്. അദ്ദേഹം അവിടെയുണ്ട്. ഒരു സ്റ്റീഫൻ, കാട്ടാക്കട മണ്ഡലം അരുവിക്കര മണ്ഡലത്തിന്റെ MLA സ്റ്റീഫൻ ഉണ്ട്. IB സതീഷ്, ഇപ്പോഴത്തെ MLA IB സതീഷ് 2 പ്രാവശ്യമായി. അതുകൊണ്ട് IB സതീഷിനെ മാറ്റി ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വരാനുള്ള സാധ്യതയുണ്ട്. അനിൽകുമാറിന്റെ പേരും വളരെ സജീവമായി കേൾക്കുന്ന ഒരു പേരാണ്.
അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ ഗിരി എന്ന് പറഞ്ഞ അവിടെ ഒരു ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന ഗിരി എന്നൊരാളിന്റെ പേരുണ്ട്. അപ്പോൾ കാട്ടാക്കട മണ്ഡലം പലപ്പോഴും ഇടതുപക്ഷത്തിന് സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ശക്തൻ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മലയങ്കിഴി വേണുഗോപാലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് IBSനോട് തോറ്റത്. അതിനു മുമ്പ് ശക്തനാണ് മത്സരിച്ച് തോറ്റത്. പക്ഷെ ശക്തൻ ഇപ്പോൾ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട്. ഫീൽഡിൽ വളരെ ശക്തമായിട്ട് ശക്തനുണ്ട്. DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നു. ശക്തൻ നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അദ്ദേഹം ഇനി സ്പീക്കറോ അല്ലെങ്കിൽ മന്ത്രിയോ ആകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാടാർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ്. രഘുചന്ദ്രപാലും സുന്ദരൻ നാടാരും ഒക്കെ നേരത്തെ മന്ത്രിയായിരുന്നു. ആ ഒരു സാഹചര്യവും പശ്ചാത്തലവും ശക്തന് വളരെ അനുകൂലമാണ്. തീർച്ചയായിട്ടും ശക്തൻ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാട്ടാക്കടയിൽ കാണുന്നത്. PK കൃഷ്ണദാസ് BJP, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ പറഞ്ഞു, CPM-ൽ LDF-ൽ ഞാൻ പറഞ്ഞ പേരുകളാണ്. അനിൽകുമാറോ, AB സതീഷോ, സ്റ്റീഫനോ, ഗിരിയോ, 3-4 പേരുകൾ ഞാൻ പറഞ്ഞു. ഇതാണ് തിരുവനന്തപുരത്തിന്റെ ഒരു പശ്ചാത്തലം. ഇത് വരുമ്പോഴാണ് തിരുവനന്തപുരത്ത് വളരെ ശക്തമായ മത്സരം നടക്കും. ഇതിനിടയിൽ വർക്കലയിൽ ഒരു പേര് കേൾക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ വർക്കലയിൽ വരാൻ വലിയ സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അത് അങ്ങനെയാണെങ്കിൽ വി ജോയി വീണ്ടും മത്സരിച്ചാൽ അത് ബുദ്ധിമുട്ടാകിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നു. വി ജോയിയുടെ പഞ്ചായത്ത് BJP കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരു വളരെ കൗതുകകരമായ രസകരമായ ഒരു കാര്യം. വി ജോയിയുടെ പഞ്ചായത്ത് BJP കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വളരെ നല്ല രസകരമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അവർ 14% എന്നുള്ളത് നേരത്തെ 20 പിടിച്ചു അസംബ്ലിയിൽ, അത് 14 പഞ്ചായത്തിലേക്ക് മാറി. ഇപ്പോൾ അത് കൂടി 20 25 പിടിക്കുമോ എന്നുള്ളതുണ്ട്. അങ്ങനെയാണെങ്കിൽ BJP പറയുന്ന അവരുടെ ക്ലാസ് 1 സോൺ 1 അല്ലെ ക്ലാസ് 1 അല്ലെ ഹൈ ക്ലാസ് സീറ്റുകൾ അത് പിടിക്കും എന്ന് ഉറപ്പ് പറയുന്ന 4-5 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. ഇനി വേറെ രസകരമായ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മണ്ഡലമുണ്ട്. ചെങ്ങന്നൂർ, അതായത് സജി ചെറിയാന്റെ മണ്ഡലത്തിൽ 8 പഞ്ചായത്തിൽ 5 പഞ്ചായത്ത് പിടിച്ചിരിക്കുന്നത് BJP ആണ്. അതൊരു വലിയൊരു നമ്മൾ കാണാത്ത ഒരു നേട്ടം. നമ്മൾ ചെങ്ങന്നൂർ അവർ പിടിച്ചു എന്ന് പറയുമ്പോൾ ശബരിമല നന്നായി എഫക്ട് ചെയ്തിരിക്കുന്നു. പന്തളത്ത് ശബരിമല എഫക്ട് ചെയ്തില്ലെങ്കിലും പന്തളത്ത് അത് കോൺഗ്രസിന് അനുകൂലമായി മാറിയപ്പോൾ അത് പിന്നെ CPM-നും കോൺഗ്രസിന് വോട്ട് പിടിക്കുകയും BJP-യോടെ പരാജയപ്പെട്ടു പോയപ്പോൾ ചെങ്ങന്നൂർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതും ഈ ശബരിമലയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. 5 പഞ്ചായത്ത്, പാണ്ടനാട് അടക്കമുള്ള 5 പഞ്ചായത്ത് BJP പിടിച്ചിട്ടുണ്ട്. അവിടെ ചെങ്ങന്നൂർ മണ്ഡലം അവർക്കൊരു കൈവയ്ക്കാൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. തൃപ്പൂണിത്തറ മണ്ഡലം മുനിസിപ്പാലിറ്റി അവർ പിടിച്ചിട്ടുണ്ട്, ഒരു സാധ്യതയുള്ള പ്രദേശമാണ്. ചാത്തന്നൂർ അവർക്ക്. അപ്പോൾ ഞാൻ ഓരോ ജില്ലയും ശ്രദ്ധിക്കുമ്പോൾ ഒരു 8-10 സീറ്റിലെങ്കിലും അവർ, പിന്നെ ഒരു 10-20 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്നു, ചിലർക്ക് 3ാം സ്ഥാനത്തൊക്കെ ആയി. 3ാം സ്ഥാനത്ത് ആയിടത്തും നാമമാത്രമായ വോട്ടിനാണ് 3ാം സ്ഥാനത്തായിരിക്കുന്നത്. അതുകൊണ്ട് വളരെ രസകരമായ ഒരു മത്സരമായിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്ത് വില കൊടുത്തും സീറ്റ് പിടിക്കണം, ഭരണം പിടിച്ചിരിക്കും, അത് 100-100, 90-90, 80-ൽ 1 മില്ലിമീറ്റർ പോലും കുറയാതെ ഭരണം പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് VM സുധീരനെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള, അതുപോലെ തന്നെ K മുരളീധരനെ പോലെയുള്ള, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ആളുകളെ ഫീൽഡിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. MM ഹസൻ ഇനി എവിടെയെങ്കിലും മത്സരിച്ചേക്കുമോ എന്ന് അറിയില്ല. പക്ഷെ ഹസനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം കായംകുളം ജയിച്ചു, അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള സീറ്റ് ഹസന് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധിയും കോൺഗ്രസ് നേരിടുന്നുണ്ട്.